പവിത്രത്തിലാണെങ്കിൽ വേദയ്ക്ക് തൻ്റെ കുഞ്ഞിനെ തിരികെ നാട്ടിലെത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് കാണാനായിട്ട് കഴിയും. തൻ്റെ മകളെ അവളുടെ ബന്ധുക്കളുടെയും അച്ഛൻ്റെയും ഒക്കെ സ്നേഹം വളർത്തി തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. അവളുടെ വളർച്ചയിൽ അവൾക്ക് കൂട്ടായിട്ട് എല്ലാവരും വേണമെന്നൊരാഗ്രഹം വേദയ്ക്ക് ഉണ്ട് എന്ന് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ വേദയാണെങ്കിൽ തൻ്റെ കുഞ്ഞിന് വേണ്ടി എന്തു ചെയ്യുന്നു, തിരികെ വരാനായിട്ട് ഒരുങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് കേട്ടോ. അവിടെ ഏറ്റവും വലിയ തടസ്സമെന്ന് പറയുന്നത് വിക്രത്തിൻ്റെ ജയിൽ ശിക്ഷയും ശ്രീകാന്തിൻ്റെ ഭീഷണിയുമാണ് എന്ന് കാണാം. അതായത് സ്വത്തിനു വേണ്ടി തൻ്റെ കുഞ്ഞിനെ ഇല്ലായ്മ ചെയ്യാൻ വരെ തൻ്റെ ഏട്ടനായ ശ്രീകാന്ത് ശ്രമിക്കുമെന്ന് വേദയ്ക്ക് നല്ല ഉറപ്പുണ്ട്. തങ്ങളെ സംരക്ഷിച്ച് പിടിക്കാനായിട്ട് വിക്രവുമില്ലാത്ത സാഹചര്യത്തിൽ തന്നെ താൻ തന്ത്രപൂർവ്വം മുന്നോട്ട് പോയാലേ മതിയാവുകയുള്ളൂ. കുറച്ച് നാൾ കൊച്ചിനെ ഒറ്റയ്ക്ക് വളർത്തി എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല എന്ന് ചിന്തിക്കുന്ന വേദയാണെങ്കിൽ അങ്ങനെ വിക്രത്തിൻ്റെ ശിക്ഷയുടെ കാലാവധി കഴിയുമ്പോൾ അവിടെ നിന്ന് തൻ്റെ നാട്ടിലേക്ക് വിക്രത്തെ കാണാനും മകൾക്ക് അച്ഛനെ കാണിച്ചു കൊടുക്കാനും വരാനായിട്ട് തുടങ്ങുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയും